ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث الغاشية وجوه يومئذ خاشية عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم اللهم يسر لنا حسابنا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين فزادي قليل ما أراه مبلغي على الزاد يبكي لبعده مسافته أتيت بأعمال قباح رديئة وما في الورى خلق جناك جنايتي ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഉമ്മപങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ധാരാളം പഠിക്കാനും ജീവിതത്തിൽ പകർത്തി നല്ല അനുഗ്രഹീതമായ ജീവിതം നയിക്കാനും
നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, നമ്മുടെ വാലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്നാമുഖമായി പ്രാർത്ഥന നടത്തുകയാണ്. ഈ ലൈറ്റ് അല്പം ലൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. അതൊരു ഇരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഇങ്ങോട്ട് കിടക്കാൻ പറയാ, ഒറ്റ കസേര മുന്നിൽ കാലി ഉണ്ടാകരുത്. ഒറ്റ കസേരയും സംഘാടകർക്ക് ഫ്രീ തന്നില്ലല്ലോ, ഇല്ല, എല്ലാം വാടക കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മുന്നിൽ എനിക്ക് ഒറ്റ കസേരയും ബാക്കിയില്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. എന്നിട്ട് പിന്നിൽ കസേര ഒന്നോ രണ്ടോ കാലിയായാൽ വരുന്നവർക്ക് ഇരിക്കാൻ അത് സൗകര്യമായിരിക്കും. എന്റെ മുന്നിൽ ഒരൊറ്റ കസേര ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് കാണാം. ഒരു വലിയ രാജാവ്, ആ രാജാവിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാം വളരെ ക്ലിയറായ ഭക്ഷണം, വളങ്ങൾ ചേർക്കാത്ത, രാസവളങ്ങളോ ജൈവവളങ്ങളോ അത്തരം ശരീരത്തിന് കേടുവരുന്ന ഒന്നും ചേർക്കാത്ത വളരെ പ്യുവറായ ഭക്ഷണം നിർമ്മിക്കുന്ന, വളരെ രുചികരമായ, ആ നാട്ടിലെ ഏറ്റവും നല്ല കുക്കിനാൽ നിർമ്മിക്കപ്പെടുന്ന ഭക്ഷണം. ആ ഭക്ഷണം കൊതിക്കാത്ത ഒരാളും ഉണ്ടാകൂല. രാജാവിന്റെ വീട്ടിൽ ഒരു സൽക്കാരം വരുമ്പോൾ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കിട്ടും എന്ന് ഒരു ചാൻസ് ഒരാൾക്ക് കിട്ടിയാൽ അത് വേണ്ട എന്ന് ആരും വെക്കുകയില്ല. കാരണം രാജാവ് കഴിക്കുന്ന ഫുഡ് അത്രയും ക്ലിയറും അത്രയും രുചികരവുമാണ്. എവിടെയും കഴിക്കാനുള്ള മറ്റൊരു ചാൻസുകളോ ഇടങ്ങളോ കിട്ടാത്ത വളരെ ക്ലിയറായ ഭക്ഷണം കിട്ടുന്ന ഒരു കൊട്ടാരത്തിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചാൽ, രാജാവിന്റെ അനുമതിയില്ലാതെ ആ കൊട്ടാരത്തിലെ ഭക്ഷണം കഴിച്ചാൽ അവന്റെ കൈ മുറിച്ചു കളയണം എന്നതാണ് രാജാവിന്റെ നിയമം. അല്ലെങ്കിൽ അവനെ കൊന്നുകളയണം എന്നതാണ് രാജാവിന്റെ നിയമം. ഈ ഭക്ഷണമാണെങ്കിൽ ലോകത്ത് എവിടെയും ലഭിക്കാത്ത അത്രയും സ്വാദിഷ്ടവും അത്രയും മാധുര്യവും കഴിച്ചാൽ കൊതി തീരാത്തതുമായ ഒരു ഫുഡ്. ആ ഒരു ഭക്ഷണം കഴിച്ചാൽ അവനിക്ക് ലഭിക്കുന്ന ശിക്ഷയോ അവന്റെ കൈ മുറിക്കപ്പെട്ടു പോകും, അല്ലെങ്കിൽ കാല് മുറിക്കപ്പെട്ടു പോകും, അല്ലെങ്കിൽ അവന്റെ അവയവങ്ങൾ ഛേദിച്ചു കളയും, അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. ഇതിന്റെ പേരിൽ മനുഷ്യൻ ആ ഭക്ഷണത്തെ കൊതിക്കുന്നുണ്ടെങ്കിലും, ആ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ആ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവന്റെ ആഗ്രഹത്തെ, അവന്റെ കൊതിയെ
അവനിക്ക് രാജാവിൽ നിന്ന് ലഭിക്കുന്ന വലിയ ശിക്ഷ അവൻ ഓർക്കുന്ന സമയത്ത് അവൻ മാറ്റിവെക്കുന്നു. അതുകൊണ്ട് അവനിക്ക് ആ ഭക്ഷണത്തോട് കൊതിയില്ലാതിരിക്കുമോ? ഈ ഭക്ഷണം സ്വാദിഷ്ടമായ ഭക്ഷണം കൈമുറിച്ചു കളയും എന്ന് രാജാവ് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന് രാജാവ് ഒരു നിയമം പ്രഖ്യാപിച്ചതുകൊണ്ട് ഈ മനുഷ്യന് ഈ സ്വാദിഷ്ടമായ ഭക്ഷണത്തോട് താല്പര്യമില്ലാതിരിക്കുമോ? താല്പര്യമുണ്ട്. പക്ഷേ വലിയ ഒരു ശിക്ഷ ലഭിക്കും എന്നൊരു ഭയം, ആ ഒരു ശിക്ഷയെ ഭയപ്പെടുമ്പോൾ ഈ രാജാവിന്റെ കീഴിൽ ജീവിക്കുന്ന അനുയായികൾ നിയമം അനുസരിച്ച് ജീവിക്കുന്നു. ഇതുപോലെയാണ് മനുഷ്യന്റെയും ജീവിതം. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവർക്ക് അല്ലാഹു തആല ഹലാലാക്കിയതുണ്ട്, അല്ലാഹു അനുവദിച്ചതുണ്ട്, അല്ലാഹു വിരോധിച്ചതുണ്ട്. അനുവദിച്ചത് കഴിക്കുന്നതിൽ ഇസ്ലാം ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. അതേ സ്ഥാനത്ത് ഹറാമായ ഭക്ഷണം അത് കഴിച്ചാൽ ഒരുപാട് ശിക്ഷകൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ദുന്യവിയായ ലോകത്ത് തന്നെയും അവർക്ക് ശിക്ഷയുണ്ട്. അല്ലെങ്കിൽ ആഖിറത്തിൽ തീർച്ചയായും അന്യന്റെ സമ്പത്ത് കട്ടെടുത്തു എന്നതിന്റെ പേരിൽ അവനിക്ക് ശിക്ഷയുണ്ട്. ദുനിയാവിൽ ആഖിറത്തിനെ വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ദുനിയാവിൽ ആഖിറം വിജയിക്കണം എന്ന് ചിന്തിച്ച് ജീവിക്കുന്നൊരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ശരീരത്തിനുണ്ടാകുന്ന ഇച്ഛകളെ, ആഖിറത്തിലെ പരാജയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ ശരീരത്തിന്റെ തടിയിച്ചയെ അവനിക്ക് തറക്കാൻ കഴിയണം. കൈമുറിച്ച് കളയും എന്ന് രാജാവ് നിയമം പ്രഖ്യാപിച്ചപ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണത്തിൽ നിന്ന് വലിയ ഒരു ദുന്യവിയായ ശിക്ഷ കണ്ട് മനുഷ്യൻ മാറി നിന്നെങ്കിൽ, റബ്ബിന്റെ പാരത്രിക ലോകത്ത് മനുഷ്യന് അല്ലാഹു തആല അവൻ അനുസരിക്കാതെ, അവൻ ഇഷ്ടപ്പെടാതെ വിരോധിച്ച കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യന് അല്ലാഹു നൽകുന്ന ശിക്ഷയെക്കുറിച്ച് ഓർമ്മയും വിശ്വാസവുമുള്ള മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അവൻ ഹറാമ് ഭക്ഷിക്കാനോ ഹറാമ് പിടിച്ചെടുക്കാനോ ഹറാമുകൾ ചൂഷണം ചെയ്യാനോ ഹറാമുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനോ ചിന്തിക്കുകയില്ല. മറിച്ച് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉടനീളം അവൻ ചിന്തിക്കുന്നത്, എന്റെ ജീവിതം ഏതൊക്കെ നിലക്ക് ആഖിറത്തിൽ വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നാണ്, പരലോകത്ത് ഏതൊക്കെ നിലക്ക് എന്റെ ജീവിതം ധന്യമാക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ തന്നെ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ശിഷ്യനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു, മോനെ. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ് ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു, മുൻദു കം സഹിബ്തനി, എത്ര വർഷമായി മോനെ നീ എന്റെ കൂടെ സാവസിക്കുന്നു, എന്റെ ശിഷ്യനായി എന്റെ കൂടെ എത്ര കാലമായി നീ ജീവിക്കുന്നു എന്നാണ് ചോദ്യം. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉസ്താദേ 33 വർഷമായി ഞാൻ ഉസ്താദിന്റെ കീഴിലായി ജീവിക്കുന്നു. 33 വർഷമായി ഞാൻ ഉസ്താദിന്റെ അടുക്കൽ ജീവിക്കുന്നു. ഉടനെ തന്നെ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഫമാ തഅല്ലംത മിന്നി ഫീ ഹാദിഹിൽ മുദ്ദ, ഈ 33 വർഷം നീ എന്റെ കൂടെ ജീവിച്ചിട്ട് ആഖിറത്തിലേക്ക്, നീ ആഖിറത്തിന്റെ വിജയത്തിനു വേണ്ടി നീ എന്ത് പഠിച്ചു വെച്ചു മോനെ? ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട 33 വർഷം അതേ കൂടെ അതേ അടുത്തായി പഠിച്ച 33 വർഷത്തെ ശിഷ്യനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു, ആ ഹാത്തമുൽ അസ്സം തങ്ങളോട് ചോദിക്കുന്നത്,
33 വർഷമായി നീ എന്റെ കൂടെ പഠിച്ചിട്ട് നീ എന്താണ് പഠിച്ചത്? എന്റെ അടുക്കൽ ശിഷ്യത്വം നേടിയിട്ട് നീ എന്താണ് പഠിച്ചത്? ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉസ്താദേ 33 വർഷം ഞാൻ നിങ്ങളെ കൂടെ പഠിച്ചിട്ട് 8 മസ്അലകളല്ലാതെ പഠിച്ചിട്ടില്ല. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു എന്താണ് 33 വർഷം നിങ്ങൾ എന്റെ അടുത്ത് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് 8 മസായിൽ, 8 മസ്അലകളാണ് ഉസ്താദേ. ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി എന്ന് ചൊല്ലിപ്പോയി. അതേ 33 വർഷമായി എന്റെ അടുക്കൽ പഠിച്ചിട്ട് 8 മസ്അലകളല്ലാതെ പഠിച്ചിട്ടില്ല എന്ന് കേട്ടപ്പോ, 8 മസ്അലകളാണ് പഠിച്ചത് എന്ന് കേട്ടപ്പോൾ 33 വർഷം പഠിച്ച ശിഷ്യന്റെ മുമ്പിൽ ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇന്നാ ലില്ലാഹി ചൊല്ലിപ്പോയി. ഒരഹങ്കാരവുമില്ല ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന് കിബറില്ല. 33 വർഷം പഠിച്ചിട്ട് ഓരോ വർഷവും ഓരോ കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ട് ഒരു 33 മസ്അലയെങ്കിലും പഠിച്ചു എന്ന് പറയണം എന്നൊരു ചിന്തയില്ല. കുറഞ്ഞ കാലം കിതാബോതുമ്പോഴേക്ക് തന്നെ ഞാൻ പൂർണ്ണമായി എന്ന് ചിന്തിക്കാൻ നമുക്ക് വകുപ്പുണ്ടോ? പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുതഅല്ലിമീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ മുതഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ശിഷ്യനോട് ചോദിക്കുന്നത് 33 വർഷമായിട്ട് എന്ത് പഠിച്ചു എന്നാണ്. അവിടുത്തെ മറുപടി എന്താണ്? 8 മസായിൽ, 8 മസ്അലകളാണ് ഉസ്താദേ ഞാൻ പഠിച്ചത്. ശഖീഖുൽ ബൽഖ് തങ്ങൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മോനെ, 33 വർഷം എന്റെ അടുക്കൽ നിന്റെ ആയുസ് തീർത്തിട്ട് 8 മസ്അലകളെ നീ പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഉസ്താദിന്റെ ചോദ്യം. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഉസ്താദേ എനിക്ക് കളവ് പറയാൻ വകുപ്പില്ലല്ലോ, എനിക്ക് കളവ് പറയാനുള്ള ചാൻസ് ഇല്ലല്ലോ. കളവ് പറയരുത് എന്നല്ലേ അങ്ങ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചത് 8 മസ്അലകളാണ്. ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്നാ മോനെ ആ 8 മസ്അലകളും എനിക്ക് പറഞ്ഞു തരുമോ? ഹാദിഹി 8 മസായിൽ തസ്മഹാ, നീ ഒന്ന് 8 കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമോ? ഞാനതൊന്ന് കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഖാല ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, നളറതു ഇലാ ഹാദൽ ഖൽഖി ഫറഅയ്തു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹബൂബാ. ഞാൻ ലോകത്തിലേക്ക് നോക്കിയപ്പോ, ലോകത്തിന്റെ ചലനത്തിലേക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോ റബ്ബിന്റെ സൃഷ്ടികളായ മനുഷ്യനിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ, നളർതു ഇലാ ഹാദൽ ഖൽഖ് ഫറഅയ്തു കുല്ല വാഹിദിൻ യുഹിബ്ബു മഹബൂബാ. അല്ലാഹുവിന്റെ ഓരോ സൃഷ്ടികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ടൊരു മെഹബൂബിനെ ഞാൻ കാണുന്നുണ്ട്. അവർക്കെല്ലാം ഓരോ മെഹബൂബിനെ ഞാൻ കാണുന്നുണ്ട്. അവർക്കെല്ലാം ഒരു സ്നേഹിതനെ ഞാൻ കാണുന്നുണ്ട്. ഏത് മനുഷ്യനും ഒരു സ്നേഹിതനെ ഞാൻ കണ്ടെത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരു സ്നേഹിതനെ കാണാനുണ്ട്. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഹുവ മഅ മഹബൂബിഹി ഇലൽ ഖബർ. എന്നാൽ അവർക്കൊക്കെയുള്ള മെഹബൂബുണ്ടല്ലോ, അവർക്കൊക്കെയുമുള്ള സ്നേഹിതനുണ്ടല്ലോ, ആ സ്നേഹിതനെയൊന്നും ഖബർ വരെയല്ലാതെ കാണുന്നില്ല. فإذا وصل إلى القبر فارقه فجعلت الحسنات محبوبي. ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവർക്കും ഓരോ സ്നേഹിതനെ ഞാൻ കാണുന്നുണ്ട്, എല്ലാവർക്കും ഓരോ സ്നേഹിതനെ കൂടെ കാണുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ സ്നേഹിതനും ഖബറിൽ പോകുമ്പോ കൂടെ പോകുന്നൊരു സ്നേഹിതനായിട്ട്
ഒരാളെയും ഞാൻ കാണുന്നില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും എത്ര